ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 നമ്മൾ കാത്തിരുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രൊമോ. നമ്മുടെ ലാലേട്ടനെ വെച്ചിട്ടുള്ള ഒരു പ്രൊമോയാണ് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ കുറെ കാത്തിരുന്നായിരുന്നു ലാലേട്ടൻ വെച്ച് എപ്പോഴാണ് പ്രൊമോ ചെയ്യുന്നത്. എന്തായാലും ഒരു അടിപൊളി ഒരു പ്രൊമോ ആയിട്ടോ വന്നിരിക്കുന്നത്. കിങ് മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലാലേട്ടന്റെ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു ഗ്രന്ഥശാലയിലൊക്കെ പോയിട്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അത് കമ്മിങ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല. എന്തായാലും നമുക്ക് ആദ്യം പ്രൊമോ എന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറച്ച് അപ്ഡേഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദ്യം നമുക്കൊന്ന് പ്രൊമോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാ പ്രജകളുടെ സന്തോഷമാണ് രാജാവിൻ്റെ സന്തോഷം. അവരുടെ ക്ഷേമമാണ് രാജാവിൻ്റെ ക്ഷേമം. സ്വന്തം താല്പര്യങ്ങൾക്കല്ല, പ്രജകളുടെ താല്പര്യങ്ങൾക്കാണ് രാജാവ് മുൻഗണന നൽകേണ്ടത്. ബട്ട് ഐ എം നോട്ട് ദ കിങ്, ഐ എം ദ കിങ് മേക്കർ. ബിഗ് ബോസ്. അപ്പൊ പ്രൊമോ ഇത്രേ ഉള്ളൂ. കാണിക്കുന്നത് ഡേറ്റും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ലാലേട്ടൻ പറയുന്നുണ്ട് കമ്മിങ് സൂണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോയാണ് കേട്ടോ. എന്തായാലും അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാൻ പോകുന്നത് സെപ്റ്റംബർ 6 തീയതിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സെപ്റ്റംബർ 6 മറാത്തിയും തെലുങ്കും നമ്മുടെ തമിഴും ഹിന്ദിയൊക്കെ ചേർന്നിട്ട് ഒരുമിച്ചാണ് ഇത്തവണ തുടങ്ങാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സെപ്റ്റംബർ 6 അതോടൊപ്പം തന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ, അതായത് 30 പേരെ സെലക്ട് ചെയ്തവരിൽ നിന്ന് 4 or 5 പേരെ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് 5 പേരെ തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ. അപ്പൊ അത് ഓഗസ്റ്റിലാണ് തുടങ്ങുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ഒരു മലയാളികൾ കാണാത്ത ഒരു സംഭവമാണ് കേറ്റിയിരിക്കുന്നത്. കാരണം അത് ജഡ്ജായിട്ടൊക്കെ വരുന്നത് നമ്മുടെ മുൻകാല ബിഗ് ബോസിലുണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആണ്. അതിന്റെ ചെറിയ വിവരങ്ങൾ റെനീഷയാണ് വരാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം കൺഫേംഡ് ആയിട്ടില്ല. എന്തായാലും ഓഗസ്റ്റില് ഡെയിലി ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഉണ്ടാവും. ചിലപ്പോൾ ടാസ്ക് ആയിക്കോട്ടെ, ചിലപ്പോൾ അവരുടെ അടുത്ത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ജഡ്ജസ്മാരെ ഈ മറ്റേ സൂപ്പർ സിംഗറിലൊക്കെ എടുക്കുന്നില്ലേ, സെലക്ട് ചെയ്യുന്നില്ലേ, അതേപോലെ ഒരു സംഭവമാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ നടക്കാൻ പോകുന്നത്. ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരെ സെൽഫ് ഇൻട്രോ കൊടുക്കാനും അവരുടെ പ്രൊഫഷൻ എന്താണ്, അവരുടെ സ്റ്റോറികൾ പറയുക, ഇതൊക്കെയാണ് ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ഉണ്ടാകുക. അപ്പം ബിഗ് ബോസ് അഗ്നി പരീക്ഷ ഉടൻ തന്നെ ഉണ്ടാവും. ഓഗസ്റ്റിലാണ് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 20 എപ്പിസോഡ് എങ്ങാനും ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്നാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. ഒരു 4 or 5 പേരെയൊക്കെ അവർ സെലക്ട് ചെയ്യും. അപ്പോൾ കോമണേഴ്സ് ആയിട്ടുള്ളവരാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. ഇവർ ജഡ്ജ് ചെയ്യാൻ വരുന്നത് ബിഗ് ബോസിന്റെ മുൻകാല കോണ്ടസ്റ്റന്റ് വരുന്നുണ്ട്. അങ്ങനെ ആരൊക്കെയാ വരുന്നെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പതിയെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഒരു അടിപൊളി സംഭവമായിരിക്കും കേട്ടോ. കാരണം കുറെ ജഗപൊക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതില് ഓരോ കാർഡാണ് കിട്ടുന്നത്. എന്തോ ഗ്രീൻ കാർഡും റെഡ് കാർഡും ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മൊത്തം 3 കാർഡാണെന്ന് തോന്നുന്നു. 3 കാർഡിൽ 2 ഗ്രീനൊക്കെ കിട്ടുകഴിഞ്ഞാൽ ഇന്നാണ്, 1 ഗ്രീനും 2 റെഡൊക്കെ ആണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റോ, അല്ലെങ്കിൽ 3 റെഡ് ആവുകയാണെങ്കിൽ എലിമിനേറ്റ് ആവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്കുമായിട്ട്. അതിന്റെ കൂടുതൽ അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡ് പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പ്രൊമോയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നോട് വീഡിയോയുടെ ഇടയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.